നമസ്കാരം. നിരീശ്വരവാദികളെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പന്റെ മുന്നിൽ ചെന്നാലും കർത്താവിന്റെ മുന്നിൽ ചെന്നാലും കയ്യും കെട്ടി നെഞ്ചും വിരിച്ച് താൻ ആരാടോ എന്ന് ചോദിക്കുന്ന ഇടതുപക്ഷ സഖാക്കൾക്ക് എന്ത് ദൈവം, എന്തമ്പലം, എന്ത് പള്ളി? പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തിന് അങ്ങനെയല്ല. ശബരിമലയിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ കൈയിട്ടു വാരിയിട്ട് പിണറായിയും കൂട്ടരും ഉപ്പുചിരട്ട വരെ കൊണ്ട് രക്ഷപ്പെട്ടു. ചെറിയ മീനുകളെ ഇട്ടുകൊടുത്ത് വമ്പൻ സ്രാവുകളൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ കഥ അതുകൊണ്ട് തീരുന്നില്ല. ശബരിമലയിലെ തന്ത്രി സ്ഥാനത്തേക്ക് തന്റെ മകനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് കഴിഞ്ഞ ദിവസം വന്നത് വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. പ്രതികളെന്ന സംശയം പോലും ഇല്ലാതെ തെളിയിക്കപ്പെട്ട അകത്തു പോയവരെയൊക്കെ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കൃത്യമായ സമയത്ത് തെളിവ് കൊടുക്കാൻ പറ്റിയില്ല, കൃത്യമായ സമയത്ത് സാക്ഷികളെത്തിയില്ല, കൂറുമാറിയെന്നൊക്കെ പറഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറക്കി. എന്നിട്ട് ആരോപണ വിധേയനായ തന്ത്രിയുടെ കുടുംബക്കാരെ വീണ്ടും ശബരിമലയിലേക്ക് നിയോഗിക്കാനുള്ള പദ്ധതി പൂട്ടിച്ചു മറ്റാരുമല്ല BJP. ശബരിമലയിലെ തന്ത്രിസ്ഥാനത്ത് നിന്ന് താഴ്മൺ കുടുംബത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത് വന്നു. താഴ്മൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണമെന്നും ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെയില്ല എന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KS രാധാകൃഷ്ണനാണ് തുറന്നടിച്ച് രംഗത്തെത്തിയത്. ഗുരുതരമായ ആരോപണങ്ങളാണ് തന്ത്രി താഴ്മൺ കുടുംബത്തിനു നേരെ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഉയർത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിനെതിരെ BJP പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് വിഭിന്നമായിട്ടാണ് ഇപ്പോൾ BJP ഉപാധ്യക്ഷന്റെ നിലപാട്. ചിങ്ങമാസം മുതൽ ശബരിമല തന്ത്രിയായി തന്റെ മകൻ ബ്രഹ്മദത്തനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് KS രാധാകൃഷ്ണൻ രംഗത്തെത്തിയത്. ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കാനുള്ള ഒരു ബാധ്യതയും ദേവസ്വം ബോർഡിന് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിൽ ആചാരലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേതെന്നും അദ്ദേഹം ചോദിച്ചു. മോഹനര തന്ത്രിയെ വേശ്യപ്പുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ടു. ധർമ്മശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവപ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയെയാണ് വേശ്യപ്പുരയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് എന്നാണ് KS രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇനി കുറിപ്പിന്റെ പൂർണ്ണരൂപം കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. താഴ്മൺ കുടുംബം ശബരിമല തന്ത്രി സ്ഥാനം ഒഴിയണം. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെയില്ല. ശബരിമലയിൽ ആചാരലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാരണം മനീതി സംഘം ചെയ്ത അശുദ്ധി പരിഹാരക്രിയ ചെയ്ത് ശുദ്ധമാക്കാൻ കഴിയും. മോഹനരെ തന്ത്രിയെ വേശ്യപ്പുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ടു. ധർമ്മശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവപ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയെയാണ് വേശ്യപ്പുരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹനരുടെ സഹോദരൻ രാജീവര് വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസിലെ പ്രതിയാണ്. പ്രതിഷ്ഠാമൂർത്തിയുടെ പിതൃസ്ഥാനം തന്ത്രിക്കാണ് എന്നാണ് അവകാശവാദം. അങ്ങനെയെങ്കിൽ പുത്രഹത്യയ്ക്ക് കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്പേര് കൂടി രാജീവരർക്ക് ലഭിക്കും. ഇതിനെന്ത് പരിഹാരമാണുള്ളത്? മോഹനര് ജയിലിൽ കിടന്നപ്പോൾ തന്റെ മകൻ മഹേശ്വരെ തന്ത്രിയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഉടമകളാണ് തന്ത്രികളെ തീരുമാനിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഉടമകൾ. അവർ അത് അംഗീകരിച്ചു. മോഹനരുടെ മകൻ മഹേശ്വരര് തന്ത്രിയായി. രാജീവരര് സ്വർണ്ണക്കൊള്ള നടത്തിയതിന് ജയിലിൽ കിടക്കുകയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തരെ തന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നു. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേത്? ഇക്കാര്യം കേരള ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് 2025 വിധി പറഞ്ഞു. തന്ത്രി സമാജം കൊടുത്ത കേസിലായിരുന്നു വിധി. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ തന്ത്രികൾക്കുള്ള അധികാരം കോടതി അംഗീകരിച്ചു. എന്നാൽ ഭരണഘടനയ്ക്കും നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ച് തന്ത്രികളെ മാറ്റാൻ ഉടമകൾക്ക് അധികാരമുണ്ടെന്നും കോടതി വിധിച്ചു. കർണാടക ഹൈക്കോടതി പരമ്പരാഗത തന്ത്രി കുടുംബത്തിലെ നിയമപ്രകാരം അർഹതയുള്ള അംഗം മാത്രമേ തന്ത്രിയാകാൻ പാടുള്ളൂ എന്നും വിധിച്ചു. തന്ത്രവിധിയിലും പ്രാവീണ്യവും പരിശീലനവും നേടിയ വ്യക്തിയായിരിക്കണം തന്ത്രിയെന്നും വിധിയിൽ വിശദീകരിച്ചു. തന്ത്രിസ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന വ്യക്തി തന്ത്രവിദ്യ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിരിക്കണമെന്ന് സാരം.
ഗായത്രി മന്ത്രം പോലും അറിയാത്തവരും ഗണപതി ഹോമത്തിന് ഉപയുക്തമാക്കുന്ന മന്ത്രങ്ങൾ നിശ്ചയമില്ലാത്തവരും ശബരിമല തന്ത്രിയായിട്ടുണ്ട് എന്ന് ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ജസ്റ്റിസ് പരിപൂർണൻ എഴുതിയ കാര്യവും ഓർക്കുക. ശബരിമല തന്ത്രിമാർക്ക് തന്ത്രവിദ്യയിൽ വിജ്ഞാനവും പരിശീലനവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തന്ത്രികളുടെ നിയമനാധികാരിയായ ദേവസ്വം ബോർഡിനുണ്ട്. തന്ത്രികളെ നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ തന്ത്രികളെ നീക്കാനും നിയമനാധികാരിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്ത്രി കുടുംബം എന്ത് തീവട്ടിക്കൊള്ള ചെയ്താലും അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാടില്ല എന്ന വാദം യുക്തിസഹമല്ല എന്ന് മാത്രമല്ല, അതിന് നിയമസാധുതയുമില്ല. ആയതിനാൽ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കണം. ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കാനുള്ള ഒരു ബാധ്യതയും ദേവസ്വം ബോർഡിനില്ല. പിണറായിക്കും കൂട്ടർക്കും കോടാനുകോടി വിശ്വാസി സമൂഹത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് എന്തും കാട്ടിക്കൂട്ടാം. പക്ഷേ അത് എക്കാലത്തും സമ്മതിച്ചു തരാൻ കേരളത്തിലെ ജനങ്ങളും ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാർ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും തയ്യാറല്ല. ഭാരതീയ ജനതാ പാർട്ടി എല്ലായ്പ്പോഴും ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും വീണ്ടും കണ്ണടച്ചുകൊണ്ട് തെറ്റ് ചെയ്തവരെ പൂർണ്ണമായും വിശുദ്ധരാക്കപ്പെടാതെ ക്ഷേത്രത്തിന്റെ പരിസരത്തെ പോലും അടുപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല. സ്ത്രീകളെ തള്ളിക്കയറ്റി പിണറായി അശുദ്ധമാക്കിയ ശബരിമലയുടെ പാവന ഭൂമിയിൽ ഇനിയൊരു കളങ്കം സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ നിങ്ങൾ വീഴ്ത്തിയതുപോലെ ഉണ്ടാകാൻ കേരളത്തിലെ വിശ്വാസി സമൂഹം കൂട്ടുനിൽക്കില്ല.